ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്ക്. മകരവിളക്ക് സീസൺ ആരംഭിച്ചതോടെ അയ്യപ്പ സന്നിധിയിലേക്ക് ഭക്തജന പ്രവാഹമാണ്. ഏറെ നേരം ക്യൂ നിന്ന ശേഷമാണ് ഭക്തർക്ക് അയ്യപ്പ ദർശനം സാധ്യമാവുന്നത്. കഴിഞ്ഞ ദിവസം 90,000-ന് മുകളിൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയിരുന്നു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും സുധീഷ് ചേരുകയാണ്. സുധീഷ്, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത് പോലെ ഇപ്പോഴും വലിയ തിരക്ക് ശബരിമലയിൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ആ ക്രമീകരണങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഈ തിരക്ക് കൂടാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായും ലീജിൻ, മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ശബരിമലയിൽ ആരംഭിച്ചിട്ടുണ്ട്. മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള ഈ തീർത്ഥാടന സമയത്ത് കൂടുതൽ ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മണ്ഡലവിളക്ക് മഹോത്സവം സമാപനം ആയപ്പോൾ തന്നെ 1,00,000 അടുപ്പിച്ച് തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തിയിരുന്നു. ആ ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഈ മകരവിളക്ക് മഹോത്സവ സീസൺ കാലത്ത് നമുക്ക് ശബരിമലയിൽ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം 1,05,680 തീർത്ഥാടകർ ശബരിമലയിലേക്ക് ദർശനം നടത്തി. അതിനു മുൻപ് ദിവസങ്ങളിലൊക്കെ തന്നെ 90,000-ന് മുകളിലായിരുന്നു അയ്യപ്പന്മാരുടെ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു കണക്കുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പറയാൻ കഴിയുന്നത്. ഏതായാലും ഈ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന ഒരു തിരക്ക് അത് നിയന്ത്രിക്കുന്നതിനായി പലവിധത്തിലുള്ള ക്യൂ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ തിരക്ക് നിയന്ത്രിക്കാൻ ഇപ്പോൾ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും സന്നിധാനത്ത് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത് ഏറെ ഒരു ബുദ്ധിമുട്ട്. അതായത് ഇവിടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് അവരുടെ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം അവർ ദർശനത്തിനു ശേഷം മടങ്ങാതെ ഈ സന്നിധിയിൽ അവർ അല്പനേരം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ സന്നിധാനത്ത് ചിലവഴിക്കുന്നത് കൊണ്ട് സന്നിധാനത്തും പരിസരത്തും അയ്യപ്പന്മാരുടെ ഒരു തിരക്ക് അത് കൂടുതലാണ്. വകുപ്പുകളും മറ്റു ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ തന്നെ ഇക്കാര്യങ്ങളിൽ അവർക്ക് വേണ്ടപ്പെട്ട നിർദ്ദേശം നൽകുന്നുണ്ട്. കാര്യം തീർത്ഥാടനമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ അയ്യപ്പന്മാർ എത്താൻ സാധ്യതയുണ്ട്. അത് ഈ പമ്പയിൽ അതുകൊണ്ട് തന്നെ തങ്ങുന്ന അയ്യപ്പന്മാർ ഈ ദർശനത്തിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങണം എന്നൊരു നിർദ്ദേശം ഇവർക്കായി നൽകുന്നുണ്ടെങ്കിൽ പോലും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പന്മാർ കൂടുതലായ ഒരു സമയത്ത് അവർ ഈ ഒരു അവരുടെ ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം അയ്യപ്പ സന്നിധിയിൽ അല്പനേരം ചിലവഴിച്ച് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ഒരു തിരക്ക് അതിപ്പോഴും തന്നെ തുടരുന്നു. ഏതായാലും പമ്പയിലും സന്നിധാനത്തും ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ, ക്യൂ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മരക്കൂട്ടത്തും ശരംകുത്തിയിലുമൊക്കെ ഇത്തരത്തിൽ നിയന്ത്രിച്ചുകൊണ്ടാണ് അയ്യപ്പന്മാരെ ഇവിടെ കടത്തിവിടുന്നത്. പമ്പയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിയന്ത്രിച്ചു വിടുന്ന അയ്യപ്പന്മാർ സന്നിധാനത്തെ അയ്യപ്പന്മാരുടെ എണ്ണത്തിലെ കുറവിനനുസരിച്ചാണ് പമ്പയിൽ നിന്നും ഇപ്പോൾ ഈ ശബരീശ സന്നിധിയിലേക്ക് ഭക്തന്മാരെ മല ചവിട്ടാൻ അനുവദിക്കുന്നത്. ഈ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ഇവിടെ നടപ്പന്തലിൽ ക്യൂ നിന്നതിനു ശേഷം അവർക്ക് 18-ാം പടി ചവിട്ടി അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുമ്പോൾ ഈ ഫ്ലൈ ഓവറിൽ അല്പസമയം കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതും അയ്യപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ ഒരു വിഷമം ഉണ്ടാക്കുന്നൊരു സാഹചര്യമാണ്. എങ്കിൽ പോലും ശബരീശ സന്നിധിയിലെത്തി അയ്യപ്പ ദർശനം സാധ്യമാകുന്നതോടുകൂടി അവർക്ക് അവരുടെ ആ ഒരു വിഷമഘട്ടങ്ങളെല്ലാം അവർ അതിജീവിച്ച് ഈ ഒരു മണ്ഡല മകരവിളക്ക് സീസൺ അയ്യപ്പ ദർശനം പൂർത്തിയാക്കി അവർ മടങ്ങുന്ന അവരുടെ ഒരു ആത്മവിശ്വാസവും നമുക്ക് ഈ ദർശന സമയങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ശബരിമലയിലും നല്ല രീതിയിലുള്ള ഒരു തിരക്ക് അതിപ്പോഴും തുടരുന്നു. മകരവിളക്ക് മഹോത്സവത്തിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ ശബരിമലയിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മകരജ്യോതി ദർശിക്കുന്ന സ്ഥലങ്ങളിൽ അയ്യപ്പന്മാർ തമ്പടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അവർ അവിടെ അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ വിലയിരുത്തി. കഴിഞ്ഞ ദിവസം KSRTC ഇതുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് നടത്തുന്ന കാര്യങ്ങളിലൊക്കെ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു മകരവിളക്ക് സീസൺ ആകുമ്പോൾ ഈ ഒരു ശബരീശ സന്നിധിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തേണ്ടതുണ്ട്. അക്കാര്യങ്ങളിലും കൃത്യമായ ഒരു അവലോകന യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുണ്ട്. ഏതായാലും ശബരീശ സന്നിധിയിൽ ഇപ്പോൾ അയ്യപ്പന്മാരുടെ വലിയ രീതിയിലുള്ളൊരു തിരക്കാണ് ഉള്ളത്. ഈ തിരക്കുണ്ടെങ്കിൽ പോലും അയ്യപ്പ ദർശനം വളരെ ശാന്തമായി നടത്തി മടങ്ങാൻ കഴിയുന്ന ഒരു സന്തോഷത്തിലാണ് തീർത്ഥാടകർ. ശരി, എന്തായാലും സന്നിധാനത്ത് ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. പക്ഷേ വളരെ നല്ല രീതിയിലുള്ള ക്രമീകരണങ്ങൾ അവിടെയുണ്ട്. ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ പോലും വളരെ സന്തോഷത്തോടെ അയ്യപ്പന്മാർ അയ്യപ്പ ദർശനം നടത്തി മടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. സുധീഷായിരുന്നു വിവരങ്ങൾ നൽകിയത്.